ഹായ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കാതലായ പ്രശ്നങ്ങളാണ്. വാട്ട് എവർ ബി ദ ഫോം ഓഫ് ഇക്കോണമി, ഓൾ ഇക്കോണമി ഹാസ് ടു സോൾവ് സം പ്രോബ്ലംസ് ആൻഡ് ദീസ് ബേസിക് പ്രോബ്ലംസ് ആർ കോൾഡ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയുടെ രൂപം ഏതാണെങ്കിലും എല്ലാ സമ്പദ് വ്യവസ്ഥകളും പൊതുവായി പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇവയെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നു. They are three, namely what to produce, how to produce and for whom to produce. കാതലായ പ്രശ്നങ്ങൾ മൂന്നെണ്ണമാണ്. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. What to, how to and for whom to produce. The first problem, what to produce, is called allocation problem, and here we have to take decision what commodities in what quantities are to be produced. ഒന്നാമത്തെ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തെ അലോക്കേഷൻ പ്രോബ്ലം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഏതെല്ലാം സാധനങ്ങൾ എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു. The second problem is called how to produce. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. Here we have to decide about the technique or technology of production. ഇവിടെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ്. There are two methods to produce commodities. They are called labor intensive method and capital intensive method. തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയെന്നും മൂലധന തീവ്ര സാങ്കേതിക വിദ്യയെന്നും രണ്ട് സാങ്കേതിക വിദ്യകളാണുള്ളത്. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കലാണ് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. The third problem is called for whom to produce. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. It is the problem of distribution. That is distribution of national income or national product. ദേശീയ ഉൽപ്പന്നം ആർക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. നന്നായി പഠിക്കുക. താങ്ക് യു.